ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിധിയുടെ ബുദ്ധിപരമായ നീക്കം കൊണ്ട് ജ്യോതിർമയിക്കും ചന്ദ്രബോസിനും ഗൗതമിന്റെ വീട്ടിൽ നിന്നും ആധാരം തിരിച്ചു കൊടുത്ത് ഇറങ്ങിപ്പോവേണ്ടി വരികയാണ്. അങ്ങനെ ഗൗതമും നിധിയും നിർമ്മലയെ തിരിച്ച് വീട്ടിലേക്ക് ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവരികയാണ് കേട്ടോ. അങ്ങനെ ശിവാനിയെ കൊണ്ട് തന്നെ നിർമ്മലയെ ആരതി ഒഴിഞ്ഞ് അകത്തേക്ക് കയറ്റണമെന്ന് തീരുമാനിക്കുകയാണ്. അപ്പോൾ ശിവാനി പറയണ ഞാൻ കയറ്റില്ല, എന്നെ അതിന് കിട്ടില്ല എന്ന് വസുന്ധരയുടെ മുന്നിൽ വെച്ച് നിധിയോട് പറയുന്ന സമയത്ത് നിധി പറയണ നീ അങ്ങനെ വാശി പിടിക്കൊന്നും വേണ്ട, എന്റെ കയ്യിൽ വിഷം ചേർത്ത ആ വീഡിയോ ഉള്ളത് നീ ഓർത്തു വെച്ചോ. ഇപ്പൊ തന്നെ ഞാൻ ഇത് പോലീസിന് കൊടുത്താൽ പോലീസ് നിന്നെ ഇവിടെ നിന്നും തൂക്കിയെടുത്തോണ്ട് പോരാത്തതിന് ഞാൻ ഈ വീഡിയോ പ്രണവിനെ കൂടി കാണിച്ചു കൊടുത്താൽ പിന്നെ നിനക്ക് വീട്ടിൽ നിൽക്കാൻ നിനക്ക് ഒരു നിമിഷം പോലും സാധിക്കുകയില്ല. നീ എന്നെ ഈ വീട്ടിൽ നിന്നും പറഞ്ഞയക്കാനല്ലേ ഇവിടേക്ക് വന്നത്. ഇപ്പോൾ നീ തന്നെ ഇവിടെ നിന്നും ഇറങ്ങി പോവേണ്ടി വരും. എന്തു വേണമെന്ന് നീ തന്നെ ആലോചിച്ചോ എന്ന് പറയട്ടോ. അത് കേൾക്കുന്ന സമയത്ത് ശിവാനി ആകെ പേടിക്കുകയാണ്. അങ്ങനെ ശിവാനി മനസ്സില്ലാ മനസ്സോടെ നിർമ്മലയെ ആരതി ഒഴിഞ്ഞ് അകത്ത് കയറ്റാൻ തീരുമാനിക്കുകയാണ്. അപ്പോൾ വസുന്ധരയോട് പറയാണ് ആന്റിയും കൂടി എൻ്റെ കൂടെ വാ, എങ്കിൽ എനിക്ക് പേടിയാണ് എന്ന് പറഞ്ഞിട്ട് വസുന്ധരയെ കൂടി വരികയാണ് കേട്ടോ. എന്നിട്ട് നിർമ്മലയെ ആരതി ഒഴിഞ്ഞ് ശിവാനി അകത്ത് കയറ്റുകയാണ്. അപ്പോൾ നിധി പറയാണ് നിനക്ക് തന്നെയാണ് നിർമ്മലാമ്മയെ ആരതി ഒഴിഞ്ഞ് അകത്ത് കയറ്റാനുള്ള അവകാശമുള്ളത്. നീ ഒഴിഞ്ഞു കഴിഞ്ഞാൽ നിർമ്മലാമ്മക്ക് വീണ്ടും ആയുസ് വർദ്ധിക്കുകയുള്ളൂ. നീയല്ലേ നിർമ്മലാമ്മയുടെ ആയുസ് എടുക്കാൻ വേണ്ടി നോക്കിയത്. അപ്പോൾ നീ തന്നെ ഇങ്ങനെ ആരതി ഒഴിഞ്ഞാൽ നിർമ്മലാമ്മയ്ക്ക് ഇനിയും ആയുസ് വർദ്ധിക്കുകയുള്ളൂ എന്ന് പറയട്ടോ. അങ്ങനെ ശിവാനി ദേഷ്യത്തോടു കൂടി നിർമ്മലയുടെ ആരതി ഒഴിഞ്ഞൊക്കെ തൊട്ടുകൊടുത്ത് അകത്തേക്ക് കയറ്റുകയാണ്. എന്നിട്ട് നിർമ്മല സോഫയിൽ വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വസുന്ധരയും ശിവാനിയും നിധിയും ഒക്കെ ഉണ്ട്. അപ്പോൾ ഗൗതം പറയണ എങ്ങനെ ഇത് സംഭവിച്ചു എന്നല്ലേ, നിങ്ങൾ വിഷമാണ് ആ ചായയിൽ ചേർത്തത്. പക്ഷേ നിർമ്മലാമ്മയ്ക്ക് ഒന്നും സംഭവിക്കാതെ നിർമ്മലാമ്മ തിരിച്ചു വന്നത് എങ്ങനെയാവും എന്നല്ലേ നീ ചിന്തിച്ചു കൂട്ടുന്നത്. എങ്കിൽ ഞങ്ങൾ അത് പറഞ്ഞു തരാം. നിധി ബുദ്ധിപൂർവമാണ് ഈ കാര്യം കൈകാര്യം ചെയ്ത് നിങ്ങൾ രണ്ടുപേരും സംസാരിക്കുന്നത് നിധി കേട്ടു. അതുകൊണ്ട് നിങ്ങൾക്കൊരു സംശയവും വരാതെ തന്നെ നിങ്ങളുടെ അടുത്തുള്ള വിഷക്കുപ്പി മാറ്റിവെച്ച് അതിൽ ഗുളിക പൊടിച്ചതാണ് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നത്. നിർമ്മലാമ്മ അത് കഴിച്ചതോടുകൂടി നിർമ്മലാമ്മ സുഖമായിട്ട് ഉറങ്ങി തിരിച്ച് ഹോസ്പിറ്റലിൽ നിന്നും ഇവിടെ എത്തി. അത്രേ സംഭവിച്ചിട്ടുള്ളൂ. പിന്നെ നിർമ്മലാമ്മയോട് കൂടി ഞങ്ങൾ ഇത് പറഞ്ഞിരുന്നു. അപ്പോൾ നിർമ്മലാമ്മ ഇത് ഭംഗിയായിട്ട് തന്നെ അഭിനയിക്കുകയും ചെയ്തു. അപ്പോൾ ഗൗതം പറയണേ ഒരു കാര്യമുണ്ട് അഞ്ജലി, നീ കാരണം ഈ വീടിന് ഒരേ ഒരു ഉപകാരമാണ് ഉണ്ടായത്. നീ ഞങ്ങളെയൊക്കെ ദ്രോഹിക്കാൻ വേണ്ടി ചെയ്തത് കൊണ്ട് ഞങ്ങൾക്ക് ഈ വീടിന്റെ ആധാരം ആ ചന്ദ്രബോസിന്റെ കയ്യിൽ നിന്നും തിരിച്ചു കിട്ടി. അതൊരു വലിയ കാര്യം തന്നെയാണ്. എന്നിട്ട് നിധി വസുന്ധരയെ നോക്കി പറയുകയാണ് വസുന്ധര മേഡം, നിങ്ങൾ ഇവിടെ ഇല്ലാത്തത് കൊണ്ടാണ് ഇവരൊക്കെ ഇങ്ങനെ പൊട്ട ബുദ്ധിയിൽ ഓരോന്ന് ചെയ്തത്. പാറു പറയണേ ശിവാനി, ഇതെല്ലാം പ്രണവ് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിന്റെ കഴുത്തിൽ ഈ താലി കാണില്ല. നിന്നെ ഇവിടെ നിന്നും അവൻ തന്നെ ആട്ടി ഇറക്കി വിടും. ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ഞാൻ എല്ലാവരോടും പറഞ്ഞത് ഇവളെ ഈ വീട്ടിലെ മരുമകളായി കൊണ്ടുവരരുതെന്ന്. പക്ഷെ ആരും അത് കേട്ടില്ലല്ലോ എന്നങ്ങ് പറയട്ടോ. അപ്പോൾ ഗൗതം പറയണേ നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ ശിവാനി, ഇക്കാരണത്താൽ നിന്നെ ഈ വീട്ടിൽ നിന്നും ഞങ്ങൾക്ക് നിഷ്പ്രയാസം തന്നെ അടിച്ചിറക്കാൻ കഴിയും. പിന്നെ നീ തെരുവിലിറങ്ങി പിച്ച യാചിക്കേണ്ടി വരും. പക്ഷേ ഈ വീടിന്റെ അഭിമാനത്തെ ഓർത്ത് മാത്രമാണ് ഇത്തവണ നിന്നോട് ഞങ്ങൾ ക്ഷമിക്കുന്നത്. പക്ഷെ ഇനി ഒരിക്കലും നിനക്കൊരു വിട്ടുവീഴ്ച തരില്ല, അത് നീ ഓർത്തു വെച്ചോ. എന്നിട്ട് ഗൗതം റൂമിലേക്ക് പോവുകയാണ് കേട്ടോ. അങ്ങനെ ശിവാനി പോവാൻ നിൽക്കുന്ന സമയത്ത് നിധി പറയുകയാണ് ഹെഡി ശിവാനി, നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, നീ ഓരോന്നും ചെയ്യുന്നത് എന്നെ ഈ വീട്ടിൽ നിന്നും പുറത്താക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അത് ഒരിക്കലും നടക്കില്ല, അത് നീ ഓർത്തോ. അപ്പോൾ നിർമ്മല പറയാണ് ഗൗതം മോനെ, ഞാൻ കാരണം ഒരു വലിയ ഒരു ഉപകാരമാണ് ഉണ്ടായത്. അതിന് നിങ്ങളോട് ഒരുപാട് നന്ദി പറയുന്നുണ്ട്. അല്ല നിങ്ങളൊക്കെ എന്താ ഇങ്ങനെ നിൽക്കുന്നത്? ഞാൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു ചായ ഇട്ട് തരട്ടെ മേഡം, ശിവാനി മേഡം എന്നൊക്കെ പറയട്ടോ. അപ്പോൾ ശിവാനി ഇങ്ങനെ ദേഷ്യത്തിൽ നിർമ്മലയെ നോക്കുകയാണ്. എന്നിട്ട് നിർമ്മല പറയണേ നിങ്ങൾ ചേർത്ത പോലെ ചായയിൽ ഞാൻ വിഷമൊന്നും ചേർക്കില്ല, അത് ധൈര്യമായിട്ട് തന്നെ നിങ്ങൾക്ക് കുടിക്കാം. അങ്ങനെ നിർമ്മല പറഞ്ഞതോട് കൂടിയിട്ട് വസുന്ധരയും ശിവാനിയും നാണം കെട്ട് തലയും താഴ്ത്തി പെട്ടെന്ന് തന്നെ റൂമിലേക്ക് പോവുകയാണ്. റൂമിലെത്തിയ ശേഷം ശിവാനി ജ്യോതിർമയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. അപ്പോൾ ജ്യോതിർമായ കുടിച്ചുകൊണ്ടിരിക്കുകയാവും. അങ്ങനെ ജ്യോതിർമായി ചോദിക്കുകയാണ് എന്താ ശിവാനി എന്ന് ചോദിക്കുമ്പോൾ നമ്മളെ എല്ലാവരെയും ഒരുപോലെ പറ്റിച്ച ശേഷം ആ മരിച്ചു എന്ന് കരുതിയ ആ നിർമ്മല ഈ വീട്ടിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞതോടുകൂടി ജ്യോതിർമായി അങ്ങ് ഞെട്ടിപ്പോവുകയാണ് കേട്ടോ. എന്താ നീ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ ഉണ്ടായ കാര്യങ്ങളൊക്കെ അങ്ങ് പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. അത് കേൾക്കുന്ന സമയത്ത് ജ്യോതിർമയ്ക്ക് അങ്ങ് ദേഷ്യം വന്ന് കയ്യിലിരിക്കുന്ന ആ ഗ്ലാസ് അങ്ങ് എറിഞ്ഞു പൊട്ടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ശിവാനി ഇപ്പുറത്ത് നിന്ന് ആ സൗണ്ട് കേട്ടിട്ട് എന്തു പറ്റി ആൻറ്റി എന്താ എന്ന് ചോദിക്കുമ്പോൾ ആ നിധി എന്നെ വളരെ ബുദ്ധിപൂർവ്വമാണ്
ഗൗതമാണ് എന്നെ പറ്റിച്ചത്. ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ഗൗതമിനെ പൂട്ടാനുള്ള ഒരു ആയുധമായിരുന്നു വീടിന്റെ ആധാരം. പക്ഷെ അത് ഞങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു. ഇതിന് ഞാൻ നിധിയെ വെറുതെ വിടില്ല. ആദ്യം അവൾ ക്ലബിലുള്ള എൻ്റെ ഫ്രണ്ട്സുകളിൽ നിന്നും എന്നെ ഒറ്റപ്പെടുത്തുകയും നാണം കെടുത്തുകയും ചെയ്തു. അത് കഴിഞ്ഞ് ഇത്തവണയും ഇവളെ ഞാൻ ഇനി വെറുതെ വിടില്ല. ഇത് ഈ ജ്യോതിയുടെ ശബ്ദമാണ് എന്ന് പറഞ്ഞ് ഫോൺ വെക്കുകയാണ് കേട്ടോ. പിന്നീട് നിധി അവർ കിടന്നിരുന്ന റൂമിലേക്ക് സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റുകയാണ്. എന്നിട്ട് എല്ലാ കാര്യങ്ങളും അവിടെ ഒതുക്കി വെക്കുകയാണ് കേട്ടോ. അലമാറയിലേക്ക് ഡ്രസ്സുകളും പിന്നെ ചുമരിൽ ഫോട്ടോ വെക്കുകയാണ്. ആ സമയത്താണ് ഗൗതം അവിടേക്ക് വരുന്നത്. അപ്പോൾ എന്താ നിധി നീ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ, അല്ല നമ്മളുടെ റൂം ഇത്രയും ദിവസം സിയും ജ്യോതിയും കൈയടക്കി വെച്ചിരിക്കുകയായിരുന്നില്ലേ, അപ്പോൾ സാധനങ്ങളൊക്കെ കൊടുന്നു വെച്ചതാണ് എന്ന് പറയാട്ടോ. എന്നെ അതൊക്കെ അവിടെ നിർത്തിയിട്ട് ആദ്യം നിനക്കൊരു സമ്മാനമുണ്ട്. സമ്മാനമോ? അതെ, നീ ആദ്യം ഈ സമ്മാനം വാങ്ങ് എന്ന് പറഞ്ഞ് ഗൗതം നിധിക്ക് സർപ്രൈസ് ആയിട്ട് സമ്മാനം കൊടുക്കാൻ കേട്ടോ. അപ്പോൾ അത് തുറന്നു നോക്കുന്ന സമയത്ത് അതിൽ നെക്ലസ് ആയിരിക്കും. അത് കാണുമ്പോൾ ഒരുപാട് സന്തോഷമാവുകയാണ് നിധിക്ക്. എന്തിനാണിപ്പോൾ ഈ ഒരു നെക്ലസ് എന്നൊക്കെ ചോദിക്കുമ്പോൾ, ഈ കാരണമാണ് എനിക്ക് ഈ വീട് തിരിച്ചു കിട്ടിയത്. അപ്പോൾ അതിന് നിന്നോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. നിന്റെ ബുദ്ധിപൂർവ്വമുള്ള ഈ ഒരു നീക്കം കൊണ്ടാണ് എനിക്ക് സിയുടെ ചതിയിൽ നിന്നും രക്ഷപ്പെടാനും കഴിഞ്ഞത് എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ കൊടുക്കുന്നത്. അങ്ങനെ നിധിക്ക് കഴുത്തിൽ നെക്ലസ് കെട്ടിക്കൊടുക്കുകയാണ് ഗൗതം. പിന്നീട് നിധിയോട് കണ്ണടക്കാൻ പറയുകയാണ്. ഇനി നിനക്ക് വേറൊരു സമ്മാനം കൂടി ഉണ്ട് എന്ന് പറയുമ്പോൾ നിധി പറയണ ആ സമ്മാനം എന്താണെന്ന് എനിക്കറിയാം. ഒരു ഉമ്മയല്ലേ എന്ന് ചോദിക്കുമ്പോൾ, അത് എന്നും തരാറുള്ളതല്ല, ഇത് അതൊന്നുമല്ല നിധി, നീ കണ്ണടച്ച് നിൽക്ക് എന്ന് പറയണ. അങ്ങനെ ഗൗതം ഒരു സമ്മാനപ്പൊതി കൂടി നിധിയുടെ കയ്യിൽ വെച്ച് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ നിധി കണ്ണ് തുറന്ന് അത് നോക്കുകയാണ്. അപ്പോൾ എന്താണെന്നുള്ളത് അറിയാൻ വേണ്ടി ആകാംക്ഷയോട് കൂടി ആ കവർ അങ്ങ് തുറന്നു നോക്കുകയാണ്. നിധി ഒട്ടും പ്രതീക്ഷിക്കാത്തതായിരിക്കും ആ ഒരു സമ്മാനം. അത് കണ്ടതോടുകൂടി നിധിക്ക് ഒരുപാട് സന്തോഷമാവാൻ കേട്ടോ. അപ്പോൾ ഇതെന്താ അപ്പോൾ ഇങ്ങനെ ഒരു സമ്മാനം എന്ന് ഗൗതമിനോട് ചോദിക്കുകയാണ്. അപ്പോൾ അതൊരു ബേബി സെറ്റ് ആയിരിക്കും. അപ്പോൾ അതൊരു ഗേൾസിൻ്റെ ഡ്രസ് അടങ്ങിയ സെറ്റാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ ഗൗതമിനോട് ചോദിക്കുകയാണ്, ഇതെന്താ പെൺകുട്ടിയുടേതാണല്ലോ എന്ന് പറയുമ്പോൾ, അതെ, നിന്നെ പോലത്തെ ഒരു സുന്ദരിയായ കുട്ടിയാണ് എനിക്ക് വേണ്ടത് എന്ന് പറയുമ്പോൾ നിധി പറയണ, അതെന്താ സുന്ദരനാകുമിനെ പോലെയുള്ള ഒരു ആൺകുഞ്ഞു പോലെ എന്ന് ചോദിക്കുമ്പോൾ, അതല്ല, ആദ്യം വേണ്ടത് ഒരു പെൺകുഞ്ഞിനെയാണ്, നിന്നെ പോലെയുള്ള ഒരു സുന്ദരി പെൺകുഞ്ഞിനെയാണ് എനിക്ക് വേണ്ടത്. പിന്നെ അടുത്തത് ഒരു ആൺകുഞ്ഞിനെ, പിന്നെയും ഒരു പെൺകുഞ്ഞിനെ, പിന്നെയും ഒരു ആൺകുഞ്ഞിനെ, അങ്ങനെ അങ്ങ് പോവണമെന്ന് പറയുമ്പോൾ, ഇതെന്താ ലിസ്റ്റ് തീരുന്നില്ലല്ലോ, മതി മതി നിധി പറയുകയാണ്. അങ്ങനെ അവര് രണ്ടാളും സന്തോഷത്തോടു കൂടി പേരും ചേർന്ന് നിൽക്കാൻ കേട്ടോ. എന്നിട്ട് ഗൗതം പറയണേ, എന്റെ മനസ്സ് പറയുന്നു നിധി, എത്രയും പെട്ടെന്ന് നീ ഒരു അമ്മയാവുമെന്ന്. ഈ ഡ്രസ്സ് വാങ്ങുന്ന സമയത്ത് എന്റെ മനസ്സിലേക്ക് അങ്ങനെ ഒരു ചിന്ത വന്നു. ഈ ഡ്രസ്സ് തുറന്നു നോക്കുന്ന സമയത്ത് നിനക്കും ഒരു വല്ലാത്ത സന്തോഷം മുഖത്ത് ഞാൻ കണ്ടു. എനിക്ക് തോന്നുന്നുണ്ട് നീ പെട്ടെന്ന് തന്നെ ഒരു അമ്മയാകുമെന്ന്. ആറുവിന്റെ ആഗ്രഹം എത്രയും പെട്ടെന്ന് സാധിച്ചു കൊടുക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടി സന്തോഷത്തോടു കൂടി ചേർന്ന് നിൽക്കുകയാണ്. പിറ്റേ ദിവസം രാവിലെ ആകുന്ന സമയത്ത് നിർമ്മല പൂജാമുറിയിൽ കയറിയിട്ട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോഴാണ് അവിടേക്ക് നിധി വരുന്നത്. നിധി നിർമ്മലയോട് ചോദിക്കുകയാണ്, എന്താ അമ്മേ ഇപ്പോൾ ഇന്ന് പ്രത്യേകിച്ചൊരു പ്രാർത്ഥന എന്ന് ചോദിക്കുമ്പോൾ, ഈ വീട്ടിലെ എല്ലാ ദുശകനങ്ങളും മാറിക്കിട്ടിയില്ല, ഇനി ഒരു സന്തോഷം വരണം, അതിനു വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞത്? അതെ, എൻ്റെ ഗൗതമിന് എത്രയും പെട്ടെന്ന് ഗൗതമിനെ പോലെയുള്ള ആൺകുഞ്ഞ് ജനിക്കണം, അതിന് വേണ്ടിയിട്ടാണെന്ന് പറയുമ്പോൾ നിധി പറയണ, അതെന്താ അമ്മ ആൺകുഞ്ഞിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു, മോനാണെങ്കിൽ ഒരു പെൺകുഞ്ഞിന് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കുന്നു എന്ന് പറയട്ടോ. നിർമ്മല പറയണ, ആ രണ്ടു പേരുടെയും ആഗ്രഹമായ മതിയല്ലോ, ഒരു ആൺകുഞ്ഞും ഒരു പെൺകുഞ്ഞും, ഈശ്വരൻ ഇരട്ട കുഞ്ഞുങ്ങളെ തന്നാൽ മതിയല്ലോ എന്ന് പറയുമ്പോൾ നിധി പറയണ, ആ അമ്മയുടെ ആഗ്രഹമൊക്കെ കൊള്ളാമല്ലോ എന്നൊക്കെ പറയട്ടോ. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് എനിക്ക് എത്രയും പെട്ടെന്ന് ഒരു മുത്തശ്ശിയാവണം എന്ന് പറഞ്ഞു നിൽക്കുന്ന ആ സമയത്താണ് പാറു ഇത് കേട്ടും കൊണ്ട് വരുന്നത്. അതോടുകൂടി പാറു അങ്ങ് ദേഷ്യപ്പെടുകയാണ്. നീ എന്തു പറഞ്ഞു, നീ ഒരു മുത്തശ്ശിയോ? എൻ്റെ മോൻ്റെ കുഞ്ഞിന് ഞാനാണ് മുത്തശ്ശിയാവുക, അല്ലാതെ നീയല്ല എന്ന് പറയട്ടോ. അങ്ങനെയല്ലേ നിധി എന്ന് ചോദിക്കുമ്പോൾ നിധി പറയാണ്, അമ്മ ഇപ്പോൾ പറഞ്ഞതുപോലെ ഞാൻ അമ്മയുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ പറഞ്ഞാൽ ഈ അമ്മ മുത്തശ്ശി ആവാതിരിക്കില്ലല്ലോ. നിങ്ങൾ രണ്ടുപേരും ഞങ്ങൾക്ക് ജനിക്കുന്ന കുഞ്ഞിന് മുത്തശ്ശിമാർ തന്നെയാണ്. അത് കേട്ടപ്പോൾ പാറു ഒന്നും മിണ്ടാതെ പെട്ടെന്ന് ദേഷ്യപ്പെട്ട് അങ്ങ് പോവുകയാണ് കേട്ടോ. അപ്പോൾ നിർമ്മല പറയണ്, മോളെ ഞാനൊരു അമ്പലത്തിലേക്ക് പോവുകയാണ്, അവിടെ പോയി ഒരു പ്രത്യേക വഴിപാടുണ്ട്, അത് കഴിച്ചിട്ട് വരാം, നിനക്ക് എത്രയും പെട്ടെന്ന് ഒരു അമ്മയാവാൻ കഴിയാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞ് നിർമ്മലയും പോവുകയാണ്.